എന്താണ് 3 ഫ്രീ മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മതി. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളൊരു തുടക്കക്കാരനായിക്കോട്ടെ, ബാങ്ക് എക്സാം പഠിക്കാൻ തുടങ്ങുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു കുറച്ചധികം നാളായിട്ട് എല്ലാ പാറ്റേണും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു തെറ്റ് എന്താണ്? മോക്ക് ടെസ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ എങ്ങനെ നമുക്ക് അനുകൂലമായിട്ട് ചെയ്യാം, അത് ചെയ്യുന്നത് വഴി എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിലിംസും മെയിൻസും ക്രാക്ക് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് ഇക്കൊല്ലം തന്നെ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് ഓൺലൈൻ മോക്ക് ടെസ്റ്റ്, എങ്ങനെ ഉപയോഗിക്കണം, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? നിങ്ങൾ ചുമ്മാ സെൽഫ് സ്റ്റഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടോ ഒന്നുമില്ല. നിങ്ങൾ ചുമ്മാ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് മോക്ക് ടെസ്റ്റ് ചെയ്യും. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ 100-ൽ 70-75 മാർക്ക് കിട്ടും. നിങ്ങളുടെ വിചാരം എന്താണ്? ഓക്കെ, ഞാൻ സെറ്റാണ്, എനിക്ക് ഈസി ആയിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങളിലേക്ക് വരും. കാരണം നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ബേസിക് ലെവലായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. എക്സാമിലേക്ക് വേണ്ട ഒരു ഹൈ ലെവൽ മോക്കല്ല നിങ്ങൾ ചെയ്യുന്നത്. ഇതേപോലെ ഒരുപാട് തെറ്റുകൾ, പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ നമ്മളുടെ സമയം വെറുതെ പാഴാക്കി കളയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരെല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ചൂസ് ദ റൈറ്റ് പ്ലാറ്റ്ഫോം. ഇപ്പം നമ്മളുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മളുടെ മെൻറ്റേഴ്സ് ഗൈഡ് ചെയ്യും. ഇത്ര മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുക, ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഹൈ ലെവൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ്, പ്രിലിംസിൻ്റെ അതേപോലത്തെ എക്സാം പാറ്റേൺ നിങ്ങൾ ചെയ്ത് ശീലിക്കണം. മെയിൻസിൻ്റെ അതേ പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് ശീലിക്കണം. അതിനായി നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ടുള്ള ചൂസ് ദ റൈറ്റ് പ്ലാറ്റ്ഫോം. എക്സാം ചോദിക്കുന്നതിനേക്കാൾ അടിപൊളിയായി ക്വസ്റ്റ്യൻസ് ഇടുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് നമ്മൾ എത്താൻ പറ്റുള്ളൂ. ഇത്ര ഹൈറ്റ് ഉണ്ട്, എക്സാം ഇത്ര ടഫാ, നിങ്ങൾ ഈ അടിയിൽ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് എക്സാം എങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്ന ലെവല് ഇത്ര ഹൈറ്റിലായിരിക്കണം. അതിനേക്കാൾ ഒരു പടി മേലെ നമ്മൾ നിൽക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് ജോലിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഫോളോ യുവർ എക്സാം സിലബസ്. എന്താണ്? ഫോളോ യുവർ എക്സാം സിലബസ്. ക്ലിയർ അല്ലേ? എക്സാം സിലബസ് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇപ്പോൾ സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അതൊക്കെ ചെയ്ത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസ് എങ്ങനെയാണോ അതിൽ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ലെവലുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം. ഓക്കെ ആണല്ലോ? സ്റ്റിമുലേറ്റ് എക്സാം കണ്ടീഷൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഒക്കെ പോസ് ചെയ്യാൻ പറ്റും വീട്ടിൽ. നിങ്ങൾക്ക് എക്സാം ഹാളിൽ അത് പോസ് ചെയ്ത് വെക്കാൻ പറ്റുമോ? നിങ്ങൾ ഫോൺ എടുത്തു, ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്താൽ ബോറടിക്കണം. ഫോൺ എടുത്തു, ഇൻസ്റ്റാഗ്രാം നോക്കി, ഓക്കെ മാറ്റി വെച്ചു, വീണ്ടും 10 ക്വസ്റ്റ്യൻ ചെയ്തു, ആരെ വിളിച്ചു, പോസ് ചെയ്തു. അങ്ങനെയല്ല എക്സാം മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണോ നിങ്ങൾ ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ആ മോക്ക് ടെസ്റ്റ് ചെയ്യണം. 1 മണിക്കൂറിൻ്റെ പ്രിലിംസ് ആണെങ്കിൽ കറക്റ്റ് 1 മണിക്കൂർ ഫോണോ ഒന്നും ഉപയോഗിക്കാതെ കറക്റ്റ് നിങ്ങൾ ആ മോക്ക് ചെയ്യാം. കറക്റ്റ് 1 മണിക്കൂർ നിങ്ങൾ ആ മോക്കിന് വേണ്ടി മാറ്റി വയ്ക്കാം. മെയിൻസ് ആണെങ്കിൽ അത്ര സമയം നിങ്ങൾ ആ മോക്കിന് വേണ്ടി മാറ്റി വെച്ചിരിക്കണം. ആ സമയത്ത് നിങ്ങൾ വേറെ ഒരു കാര്യത്തിലും ഇടപെടാൻ പാടുള്ളതല്ല. ഓക്കെ, അതുകൂടാതെ ഞാനൊരു കഥ പറയാം. കഥ മീൻസ് വലിയ ലെങ്തി ആയിട്ടുള്ള സ്റ്റോറി ഒന്നും അല്ല. ഒരു സ്റ്റുഡൻറ്റ് കഴിഞ്ഞ വട്ടം SBI
SBL IBPS ബാങ്ക് ഓഫ് ബറോഡയിൽ ഇപ്പോൾ ഓഫീസറാണ്. അപ്പൊ ആൾക്ക് പ്രിലിംസ് എക്സാം വന്നത് എനിക്ക് തോന്നുന്നു ഉച്ച തിരിഞ്ഞുള്ള ഏതോ ഷിഫ്റ്റാണ്. അപ്പൊ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയപ്പോൾ ഇവൻ എല്ലാ ദിവസവും ഡെയിലി കിടന്നുറങ്ങും. ആൾക്ക് നേരത്തെ രാത്രി ഒരുപാട് സമയം ഇരുന്ന് പഠിക്കും, 2 മണി വരേക്ക് ഇരുന്ന് പഠിക്കാം. കാലത്ത് എഴുന്നേക്കാൻ പാടിയാണ്. ആൾ കാലത്ത് 10 മണിയൊക്കെ ആയിട്ട് എഴുന്നേക്കുള്ളൂ. അത് കഴിഞ്ഞ് ആൾ കുറച്ച് 2-3 മോക്കൊക്കെ ചെയ്ത് കാലത്ത് മോക്കൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് കിടന്നുറങ്ങും. രാത്രിയാണ് ഫുൾ ഇരുന്നുള്ള പഠനം, മോക്ക് ടെസ്റ്റ് ചെയ്യലൊക്കെ നൈറ്റാണ്. അപ്പൊ ഇവൻ എക്സാം വന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഓർക്കുന്നില്ല, ഉച്ച തിരിഞ്ഞാണ്, 2 മണി സമയത്ത് എന്തോ ആണ്. അവൻ പേടിച്ചു. അപ്പൊ ഞാൻ ആളുടെ അടുത്ത് ഒരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചു. ഒരു പ്രോപ്പർ ഗൈഡൻസിനായിട്ട് ആള് നമ്മളുടെ അടുത്ത് മെന്റർ ത്രൂ നമ്മളുടെ അടുത്ത് സംസാരിച്ചു. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞു കൊടുത്തത്, നീ ഒരു കാര്യം ചെയ്യൂ, ഇനി എക്സാമിലേക്കുള്ള ദിവസം എത്രയുണ്ട്, കുറച്ച് ദിവസമേ ഉള്ളൂ, മാക്സിമം ഒരു 10 അത്രേ ഉള്ളൂ. ആ സമയത്ത് മോക്കുകൾ ചെയ്യുക. നിങ്ങൾ ഏതാണോ എക്സാമിന് ഇരിക്കുന്നത്, എക്സാം ഏത് സമയത്താണോ എഴുതുന്നത്, ഇപ്പം 2 മണി തൊട്ട് 3 മണി വരെയാണ് നിങ്ങൾക്ക് എക്സാം, അല്ലെങ്കിൽ 2:30 തൊട്ട് 3:30 വരെയാണ് എക്സാം. ആ സമയം നിങ്ങൾ കിടന്നുറങ്ങാറാണ്, കുറേ നാളായിട്ട് കിടന്നുറങ്ങാം. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ചെയ്യാം. ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരു 2 മോക്ക് 3 മോക്ക് കഴിയുമ്പോഴേക്കും ആ ടൈമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, സെറ്റാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരു 10 ദിവസം പ്രാക്ടീസ് ചെയ്താൽ, ഒരു 5 ദിവസം പ്രാക്ടീസ് ചെയ്താൽ, പിന്നെ നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പോൾ പ്രശ്നമില്ല. ഇതൊന്നുമില്ലാതെ നമ്മൾ എന്താണ് സുഖമായിട്ട് കിടന്നുറങ്ങി, ഇന്നും കൂടി ഉച്ചയ്ക്ക് കിടന്നുറങ്ങി, നാളെ ഉച്ചയ്ക്ക് എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ 100% അതിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം, പ്രോപ്പർ ഗൈഡൻസ് വേണം. ഓക്കെ, അനാലിസിസ് യുവർ പെർഫോമൻസ്. നിങ്ങൾ ഏതൊരു മോക്ക് ചെയ്താലും ചിലപ്പോൾ നിങ്ങൾ അതിൽ ലാസ്റ്റ് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അനാലിസിസ് വരും. നിങ്ങളിത് ജസ്റ്റ് നോക്കി വിടും. നേരെ മറിച്ച് നമ്മളുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇവിടെ അനാലിസിസ് നടക്കുക നമ്മളുടെ മോക്കിലൊക്കെ. അത് കൂടാതെ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടൊരു മെൻറ്റർ ഉണ്ടാവും. ആ മെൻറ്റർ എന്ത് ചെയ്യും, ആ ഇതിൽ റിപ്പോർട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാൻ ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. ജനറൽ അവയർനെസ്സിൽ ഇത്തിരി വീക്കാ, റീസണിങ്ങിൽ പസിൽ സോൾവ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ടൈം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഇതേപോലെ അനാലിസിസ് തരും. അതിനുശേഷം എന്ത് ചെയ്യും, അവിടെ നിങ്ങളെ വെറുതെ അനാലിസിസ് നിങ്ങളോട് പറയല്ല ചെയ്യുക, അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. എങ്ങനെ, അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളും മെറ്റീരിയൽസും ഗൈഡൻസും തന്ന് നിങ്ങളുടെ വീക്ക്നെസ് ഏരിയ പൊക്കിക്കൊണ്ടുവരും. ക്ലിയർ അല്ലേ? മോക്കുകൾ ചെയ്യുന്ന എന്തിനാ, സ്പീഡ് ആൻഡ് ആക്യുറസി ഡെവലപ്പ് ചെയ്യണം. അതിനും നിങ്ങളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഞാൻ ഇവിടുത്തെ ഒരു കാര്യമാണ് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ച്, കീപ്പ് എ മിസ്റ്റേക്ക് നോട്ട് ബുക്ക്. എല്ലാ വട്ടവും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ തന്നെ എഴുതി വയ്ക്കുക, ഇടയ്ക്ക് വായിച്ച് നോക്കുക. ഒരു തെറ്റ് എഴുതി വെച്ചു, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കാൽക്കുലേഷൻ സ്പീഡ് ഞാൻ പിന്നിലാണ്. 2 മാസം കഴിഞ്ഞ് വീണ്ടും എഴുതി വെച്ചു, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കാൽക്കുലേഷൻ സ്പീഡിൽ ഞാൻ എന്താണ്, പിന്നിലാണ്. നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്, പഠിക്കുന്നില്ല വെറുതെ. ഒരു വട്ടം എഴുതിയ തെറ്റ് പിന്നെ ആ ബുക്കിൽ വരാൻ പാടില്ല. വൺസ് നിങ്ങൾ ഒരു ബുക്കിൽ ഒരു മിസ്റ്റേക്ക് എഴുതിയാൽ അത് പിന്നെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതെന്താണ്, അതിനു വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണം. ക്ലിയർ ആണല്ലോ? ഫോക്കസ് ഓൺ ടൈം മാനേജ്മെൻറ്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസോട് കൂടി ആക്യുറസിയും സ്പീഡും നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ടൈമർ വെച്ച് തന്നെ പഠിക്കണം, ടൈമർ വെച്ച് തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. ഒരു ക്വസ്റ്റ്യനിലിരിക്കുന്ന ടൈം നിങ്ങൾ അനാലിസിസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. ടേക്ക് ടെസ്റ്റ് റെഗുലർലി. ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, ഒരു ദിവസം ഒരു മോക്ക് ചെയ്യാം, ഡെയിലി 1 മോക്ക് ചെയ്യാം. പ്രിലിംസ് ആണെങ്കിൽ ഒരു ദിവസം 100 ക്വസ്റ്റ്യനിലൂടെ പോയി, ഒരു മാസം 3000 ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ പോയില്ലേ, 100 × 30 3000. അതിൻ്റെ ഒപ്പം വീക്കിലി ഒരു 2 മെയിൻസിൻ്റെ മോക്ക് കൂടിയും ചെയ്യാം ടൈം കിട്ടുമ്പോൾ. ടൈം കിട്ടിയാൽ മാക്സിമം നമ്പർ ഓഫ് മോക്ക് ചെയ്യാം. ഞാൻ മിനിമം ആണ് പറഞ്ഞത്. കമ്പയർ യുവർ സ്കോർ വിത്ത് അതേഴ്സ്. ഇതെന്തിനാ, നിങ്ങൾ 78 മാർക്കാണ് മേടിച്ചേ 100-ൽ. അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് 78 മാർക്കുണ്ട്, അച്ഛാ എനിക്ക് 78 മാർക്കുണ്ട്, അല്ലെങ്കിൽ 85 മാർക്കുണ്ട്, എനിക്ക് 100-ൽ 85 മാർക്ക്. അച്ഛൻ പറയും മിടുക്കനാ. അമ്മ പറഞ്ഞു, എൻ്റെ മോന് 75 അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് 85 മാർക്കുണ്ട്, 15 മാർക്കല്ലേ പോയേ, 1 മണിക്കൂറിൻ്റെ എക്സാം അല്ലേ. എങ്ങനെയാ, ഞാൻ പറഞ്ഞതിൻ്റെ ഐഡിയ മനസ്സിലായോ? എന്തുകൊണ്ട് അതേഴ്സായിട്ട് കമ്പയർ ചെയ്യണം? നിങ്ങളിൽ മേലെ 10,000 ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ? കിട്ടില്ല. എക്സാം എളുപ്പമാണ്. ഭൂരിഭാഗം ആൾക്കാർക്കും 90-ൽ മേലെ മാർക്കെങ്കിൽ നിങ്ങളുടെ 85-ന് ഒരു വാല്യൂ ഇല്ല. 10 വേക്കൻസിയേ ഉള്ളൂ, നിങ്ങൾക്ക് 90 മാർക്കുണ്ട് അല്ലെങ്കിൽ 97 മാർക്കുണ്ട്,
10 പേർക്ക് 98 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഔട്ടാ. അതാണ് കോമ്പറ്റീറ്റീവ് എക്സാംസിന്റെ പ്രത്യേകത. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ സ്കോർ നോക്കണം, ആ എക്സാമിന്റെ സ്റ്റാൻഡേർഡ് നോക്കുക, നിങ്ങളുടെ മാർക്ക് വെച്ച് നിങ്ങളുടെ പേഴ്സൻറ്റേജിൽ സ്കോർ നോക്കുക, കമ്പാരിസൺ നടത്തുക. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇതിനെല്ലാം നിങ്ങൾക്ക് ഒരു മെന്ററുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുവാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? ക്ലിയർ അല്ലേ? എൻട്രിയിൽ എഡ്യൂഫെസ്റ്റ് നടക്കുകയാണ്. എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട്. എന്താണ് ഫൗണ്ടേഷൻ കോഴ്സ്? SSC, RRB, റെയിൽവേ എക്സാംസ്, ബാങ്ക് എക്സാംസിന് എല്ലാത്തിനും കൂടി ഒറ്റ കോഴ്സ്. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് എല്ലാ സിലബസും കവർ ചെയ്ത് തരും. അതേപോലെ തന്നെ 25ലേറെ എക്സാംസ് എഴുതാം. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിലും ഓഫേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ ബാങ്ക് എക്സാംസിന് വേണ്ടി മാത്രമായിട്ടുള്ള എലൈറ്റ് ബാച്ചുകളിലേക്കും കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ വർക്കിംഗ് ആയിക്കോട്ടെ, കോളേജ് ഗോയിങ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടി നൈറ്റ് ബാച്ചസും ക്രാഷ് ബാച്ചസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഓഫേഴ്സിനെ കുറിച്ച് നമ്മളുടെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് ജോയിൻ SSC, RRB ബാങ്കിങ് കോഴ്സുകൾ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്ന് കയറിയാൽ പിന്നെ കിട്ടിയിട്ടേ പോവൂ. ഗെറ്റ് ഫ്രീ ലൈഫ് ടൈം ആക്സസ് ടു അവർ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. ലൈഫ് ടൈം ആക്സസ് അടക്കം അതുകൂടാതെ ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഈ നമ്പർ ഉണ്ടല്ലോ, 7736 12215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഫേഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. നമ്മളുടെ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൂടിയുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 3 മോക്ക് ടെസ്റ്റുകൾ, ഫുൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതും അപ്ഡേറ്റഡ് ആയിട്ടുള്ള എക്സാം പാറ്റേണിൽ ഹൈ ലെവൽ ആയിട്ടുള്ള 3 മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ മോക്കുകളെല്ലാം ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇത് അനാലിസിസ് ചെയ്യാം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അത് കൂടാതെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെന്റർഷിപ്പ് ഉണ്ടെങ്കിലാണ് ഈ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട്, നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്ത് അതിൻ്റെ അനാലിസിസ് ഒക്കെ നിങ്ങളുടെ മെന്റർ മനസ്സിലാക്കി തരും. തുടക്കക്കാരനായാലും എക്സ്പീരിയൻസ്, അതായത് കുറച്ച് നാൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും മെന്റർഷിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ വേറെ തന്നെയാണ്. ഇനി ലെവൽ 1 നമ്മളുടെ കോഴ്സുകളിൽ ലെവൽ 1ൽ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്ത് തരും. ലെവൽ 2ൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ടെസ്റ്റ് മെറ്റീരിയൽസും നമ്മളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ്. ഈ മോക്ക് ചെയ്ത് നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങളുടെ മെന്റർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വീക്ക്നെസ് ഇംപ്രൂവ്മെന്റ് സെക്ഷൻസ്. ലെവൽ 2ൽ നിങ്ങൾക്ക് വീക്ക്നെസ് ഇംപ്രൂവ് ചെയ്യാനുള്ള സെക്ഷൻസ് തന്ന് നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും എല്ലാം ഇവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഡൗട്ട് വന്നു, എങ്ങനെയാണ് ഞങ്ങളുടെ വീക്ക്നെസ് ഇമ്പ്രൂവ് ചെയ്യുക? നമ്മളുടെ കോഴ്സുകൾ അതിനുള്ള രീതിയിലാണ്, റിസൾട്ട് ഓറിയന്റഡ് സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെവൽ 3ൽ അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷനാണ്. അതിനുള്ള മോക്ക് ടെസ്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്, മെയിൻസിന്റെ മോക്കുകളും അവൈലബിൾ ആണ്. ലെവൽ 4ൽ ബാങ്ക് എക്സാംസ് ആണെങ്കിൽ, PO പോസ്റ്റുകളാണെങ്കിൽ, അതേപോലെ ഓഫീസർ പോസ്റ്റ്, ഇൻഷുറൻസ് ഓഫീസർ പോസ്റ്റുകളാണെങ്കിൽ ഇന്റർവ്യൂ ഉണ്ട്, അതേപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവാം. അതിൻ്റെ കോച്ചിങ്ങും നമ്മൾ ഈ ലെവൽ 4ൽ അവൈലബിൾ ആണ്. ആലോചിച്ച് നോക്കിയാൽ ഒറ്റ കോഴ്സിൽ ചേർന്നാൽ A to Z കാര്യങ്ങൾ, നിങ്ങളുടെ എല്ലാ സെലക്ഷൻ പ്രോസസ്സുകളിലേക്കുള്ള കോച്ചിങ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്പെഷ്യൽ അറ്റൻഷൻ ടു phase 2 and 3. നിങ്ങളുടെ വീക്ക്നെസ് ഇമ്പ്രൂവ് ചെയ്യാനും സ്പീഡ് ആൻഡ് ആക്യുറസി ഡെവലപ്മെന്റിനാണ് ലെവൽ 2. അതേപോലെ ലെവൽ 3ൽ അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷൻ. അതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ കോഴ്സുകൾ പോകുന്നത്. നിങ്ങളുടെ അനാലിസിസ് ഒക്കെ പക്ക പെർഫെക്റ്റ് ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നിങ്ങളുടെ അനാലിസിസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മെൻറ്റർ അതൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അതിനുള്ള പ്രോപ്പർ ഗൈഡൻസ് തരും. ഏതൊക്കെ മോക്കാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ചെയ്തതിന് ശേഷം എങ്ങനെ അനാലിസിസ് ചെയ്യണം, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം. നമ്മളുടെ കോഴ്സ് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എഡ്യൂഫെസ്റ്റിൻ്റെ ഭാഗമായുള്ള ഓഫേഴ്സിനെ കുറിച്ച് അറിയാനും
നമ്മളുടെ എന്താണ് കോഴ്സുകളെ കുറിച്ച് അറിയാനും ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 7736122115 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാം. മറക്കണ്ട, എന്താണ് 3 ഫ്രീ മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മതി. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇതേപോലത്തെ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം കാണാനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.